നമസ്കാരം, എബിനാണ്, സ്വദേശം കൊട്ടാരക്കരയാണ്. ഡിസംബർ 2025 ഇലക്ഷന്, അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഇലക്ഷന് വണ്ടി ഓടിയ ഒരാളാണ് ഞാൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വണ്ടി ഓടിയ ആളാണ് ഞാൻ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ മേലില പഞ്ചായത്ത് വെട്ടിക്കവല ബൂത്തിലാണ് വണ്ടി ഓടിയത്. ഞങ്ങളെ കൊട്ടാരക്കര ആർ ടി ഒയിൽ നിന്ന്, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളെ കൊട്ടാരക്കര ആർ ടി ഒയിൽ നിന്ന് വിളിക്കുമ്പോൾ, ആർ ടി ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ, ഞങ്ങൾ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എറണാകുളത്ത് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അവിടുന്ന് കൊട്ടാരക്കര വരെ വരണമെങ്കിൽ 184 കിലോമീറ്റർ ഉണ്ട്. ഈ 184 കിലോമീറ്റർ ഓടി ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തു തിരിച്ചു പോയി. ഏകദേശം അപ്രോക്സിമേറ്റ് ഏതാണ്ട് 400 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വണ്ടി ഓടിയത്. ഇപ്പോൾ ഏതാണ്ട് 6 മാസം കഴിഞ്ഞത് 7ാമത്തെ മാസമാണ്. ഞങ്ങൾ ഒരുപാട് പേർക്ക് വണ്ടി ഓടിയ പൈസ കിട്ടാനുണ്ട്. അന്ന് ഈ വിളിച്ച MPD ഓഫീസിൽ നിന്ന് നമ്മളോട് പറഞ്ഞത്, കളക്ടർ ഉത്തരവാണ്, നിങ്ങൾ വണ്ടി ഓടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യും, വണ്ടി പിടിച്ചെടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരമായിരുന്നു പലപ്പോഴും അവർ പറയുന്നത് നമ്മളോട്. ഇത് പൈസ കിട്ടാതായിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസമാണ്, 7 മാസമായി. ഇതിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ, ഈ ആർ ടി ഓഫീസിൽ തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, പൈസയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് വണ്ടി പിടിച്ചു കൊടുക്കാൻ മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ബ്ലോക്കിൽ വിളിച്ചപ്പോൾ ബ്ലോക്കിൽ നിന്ന് അവരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അവർ അയച്ചിട്ടുണ്ട്, അത് വരും എന്നാണ് പറയുന്നത്, പൈസ വരും എന്നാണ് പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ല, 7 മാസമായി. അതിനകത്ത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഈ കളക്ടറുടെ ഉത്തരവ് പ്രകാരം വണ്ടി പിടിച്ച് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കൊടുത്തപ്പോൾ പൈസ എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അത് കിട്ടും, കറക്റ്റായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ നമുക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുണ്ട് ഞങ്ങൾ. ബഹുമാനപ്പെട്ട കളക്ടറോട് ഒരു റിക്വസ്റ്റാണ്, ഈ വണ്ടി ഓടിയവർക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്ന് ഒന്ന് തിരക്കേണ്ട ഒരു ഉത്തരവാദിത്വം കളക്ടർക്കുണ്ട്. ഒരുപാട് പേർക്ക് പൈസ കിട്ടാനുണ്ട്. ഇനി മുമ്പോട്ട് ഇതുപോലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വണ്ടി ഓടണോ വേണ്ട എന്ന്, ഇതിൻ്റെ പൈസ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. താങ്ക് യു സോ മച്ച്.